ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റാർഡ് ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐസ്ക്രീമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കസ്റ്റാർഡ് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. പാല് തിളപ്പിക്കാനായിട്ട് എടുക്കുന്ന പാത്രം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. അടികട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടുക്കി പിടിച്ചു പോകും. നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം തണുത്ത് വരുമ്പോൾ അതിന് മധുരം ഒട്ടും തോന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ മധുരം ചേർക്കേണ്ടി വരും. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. കസ്റ്റർഡിലേക്ക് ചേർക്കുന്ന പാൽ എപ്പോഴും തണുത്ത പാലായിരിക്കണം. ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സ്റ്റൗ ലോ ഹീറ്റിലായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലതുപോലെ കുറുകി വരുന്നവരെ നമുക്കിനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് ചൂടൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കണം. നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും കൂടി ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഈ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പാണ്. നല്ലതുപോലെ തണുത്ത വിപ്പിംഗ് ക്രീം ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ഇതിനെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് ഒരിക്കലും ചൂടോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കസ്റ്റാർഡും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഐസ്ക്രീമിന് നല്ലൊരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കളറൊന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുകയാണ്. നമുക്കത് 2 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 മണിക്കൂറായിട്ടുണ്ട്. കുറച്ചൊന്ന് സെറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോകരുത്. ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ പകുതി പോർഷനൊന്ന് ഐസായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഫ്രീസ് ചെയ്യുമ്പോൾ ഐസായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ പകുതി ഐസ്ക്രീം മിക്സ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിസ്തായും കുറച്ച് ബദാമും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടും. ഇനി അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പാച്ചുല വെച്ചോ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം. ഇത് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഐസ്ക്രീമിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഐസ് അതിനകത്ത് പിടിക്കില്ല. പ്ലാസ്റ്റിക് റാപ്പ് ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടും കവർ ചെയ്യാം, അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ഇതിനൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രീസറിൽ 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റാണ് വെച്ചത്. കുറച്ച് കൂടുതൽ സമയം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നതിന് കുറച്ച് സമയം നേരത്തെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.